അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 67 ആളുകളും 11 ഫിസിയോതെറാപ്പിക്കും 78 കുടുംബങ്ങളെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഈ 78 കുടുംബങ്ങളെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് 42 കുടുംബങ്ങളും ചെറിയ ചെറിയ മക്കളില്ല, 3 മാസം മുതൽ 3 മാസം പ്രായമായ പിതാവ് മരിച്ച കുട്ടി ഉൾപ്പെടെ 10ാം ക്ലാസ്സിൻ്റെ വരെ പഠിക്കണ 103 102 കുട്ടികൾ ഉണ്ട്. 42 ഉമ്മമാർക്ക് 102 കുട്ടികളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മരിച്ചുപോയ ആളുകളൊന്നും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ കുറേ വയസ്സന്മാരല്ല. 3 മാസമുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 3 മാസം 90 ദിവസത്തിൻ്റെ അപ്പോൾ 95 ദിവസം മുമ്പ് ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കിടന്നുറങ്ങിയവരാണ് അവിടെ. ഇതിൻ്റെ ഇടയിൽ കുറേ അതിന് ശേഷമുണ്ട് ഇദ്ദയിലിരിക്കണ ഒരു 4-5 കുടുംബങ്ങൾ, സഹോദരിമാർ ഇദ്ദയിലിരിക്കുകയാണ്. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വന്നത് സഹോദരൻ വന്നവരുണ്ട്, ഏട്ടത്തി വന്നവരുണ്ട്, കുടുംബത്തിൽ ആരോ വന്ന് ഉമ്മയപ്പം ആരോ വന്ന് രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഇവരൊക്കെ കുറഞ്ഞ ഈ 2 മാസമായി ഒരു ഇദ്ദയിലിരിക്കണ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ 62 ദിവസം മുമ്പ് ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് കിടന്നുറങ്ങി നമ്മളൊക്കെ ജീവിച്ച പോലെ ജീവിച്ച് തൊഴിലിന് പോയ ആളുകളാണ്. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഗതിമുട്ടിയതുകൊണ്ട് മാത്രം ഇവിടെ വന്ന 42 സഹോദരിമാർ 102 കുട്ടികളുണ്ട്. അപ്പോൾ ഇന്നൊരു സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോൾ ആ സഹോദരി പറഞ്ഞു, കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി, ഒരു വീട് സ്വന്തമായിട്ടില്ല, 1 ഇഞ്ച് സ്ഥലമില്ല, ഭർത്താവ് ഗൾഫിലേക്ക് വീണ്ടും പോയി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പം ഇനി ഏതായാലും ഒരു വീടായിട്ട് വരാമെന്ന്. അങ്ങനെ 5 കൊല്ലക്കാലം നിരന്തരം ഗൾഫിൽ കഠിനാധ്വാനം ചെയ്ത് 5 കൊല്ലത്തിന് ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നില്ല. ഒരുപാട് വന്നാലും ഒരുപാട് ചിലവുണ്ടാവുമല്ലോ. വീട് എന്നൊരു സ്വപ്നമാണ്, സ്ഥലം വീടും. 5 കൊല്ലം കഴിഞ്ഞ് വീടുണ്ടാക്കി ഇവിടെ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വലിയൊരുനാളിന് വരാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ അറ്റാക്കായിട്ട് മരിച്ചുപോയി. അന്ന് പ്രഗ്നൻ്റ് അതിനെ ആ സഹോദരി പ്രസവിച്ച് ആ കുട്ടിക്ക് ഇന്ന് 5 വയസ്സ് കഴിഞ്ഞ്. ആ കുട്ടീനെ ഇപ്പോൾ കണ്ടിട്ടില്ല, ആ സ്ഥലം കണ്ടിട്ടില്ല, ആ വീടും കണ്ടിട്ടില്ല. ആ മയ്യത്താണ് വിദേശത്ത് നേരെ ഈ വീട്ടിൽ കൊണ്ടുവന്നത്. ഇനി 2 മാസം പൂർത്തിയായി മരിച്ചിട്ട് 2 മാസം തികയുന്നതിന് മുമ്പ് ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ആ സഹോദരി ഉമ്മാനേറ്റ് നേരെ ഇവിടെ വന്നിക്കാണ്. അപ്പോൾ ഓരോ ആ മനുഷ്യൻ്റെ ആ സ്വപ്നം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. അതിലപ്പുറം പഠിച്ചവൻ ആ സഹോദരന് സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ആശ്വസിപ്പിക്കാൻ ഒരുപാട് പാടുപെട്ട്, പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളൊക്കെ പഠിച്ച് എന്തെങ്കിലും മനസ്സിലാക്കി വെച്ച് നമ്മളെല്ലാവരും കയ്യിൽ കുറച്ച് ആയത്തുകളും കുറച്ച് ഹദീസുകളും ഒക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വെക്കണം. ഈ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭൗതികമായിട്ട് നമുക്ക് എന്തെങ്കിലും കുറേ കണ്ട് കൊടുക്കാണ്ടൊന്നും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഓൽക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ഈ പ്രയാസപ്പെട്ടു പോണ ഈ അവസ്ഥ, ഈ ക്ഷമിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, അതിന് പകരം നാളെ സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടും സഹോദരി മക്കളെ എന്ന രീതിയിൽ പറയുന്നതോടൊപ്പം അത് നല്ല ഉറുതി പറഞ്ഞെടുത്ത് പോന്നാൽ മാത്രം പോരല്ലോ. നിങ്ങൾ ബേജാറാണ്ട, ഇൻഷാ അല്ലാ നിങ്ങൾ മക്കൾ പഠിക്കും, നിങ്ങളെ ഭക്ഷണം കഴിക്കും, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങളെ ഉത്തരവാദിത്വം നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മൾ ഏറ്റെടുക്കും. ഇൻഷാ അല്ലാ അതിനെ താക്കത്ത് നമുക്കുള്ളത് തരും. നിങ്ങൾ ബേജാറായത്, നിങ്ങൾ പതറരുത്, നിങ്ങൾ ഞെടറും വേണ്ട എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷ നമ്മളവർക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട 5 കൊല്ലം വരെ ഭർത്താവിനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ, അത് മാത്രമല്ല മരിക്കണേൻ്റെ മണിക്കൂർ 1/2 മണിക്കൂർ മുമ്പ് എനിക്ക് വിളിച്ചിട്ട് ചെറിയ കുട്ടീനൊന്ന് കാണണം, വീടൊന്ന് കാണണം എന്നൊരു വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിസ്കരിച്ചിട്ട് 2 വീണ്ടും വിളിക്കാമെന്ന്. നിസ്കാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മനുഷ്യനാവുമല്ലോ, അതുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തിയിട്ട് നിസ്കരിക്കാൻ പോയത്. നിസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുക്കാതായപ്പോൾ പിന്നെ വരുന്ന ഫോൺ എന്താ വെച്ചാൽ കൊഞ്ഞു വീട് മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ്. ആ കുറഞ്ഞ സമയം അപ്പോൾ വെച്ചാൽ ഓരോരോ പ്രതീക്ഷകളാണ്. ആ മനുഷ്യൻ്റെ ആ ആഗ്രഹങ്ങൾ, ദുനിയാവിലെ ആഗ്രഹങ്ങളൊക്കെ മക്കൾക്കും ഭാര്യയ്ക്കും ഒരു വീടുണ്ടായല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ വരുന്നത് ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിൽ അറിയപ്പെട്ട് മരിച്ചു പോകുന്ന ആൾ, ഒരു ചികിത്സിച്ച് പൂതിയിടാൻ കഴിയാത്ത രീതിയിൽ മരണപ്പെട്ട ആളുകൾ, ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് നടക്കുന്നതാണ് ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരന്മാരെ ഭാര്യമാരും മക്കളേറ്റ് വന്നിട്ടുണ്ട്. അറ്റാക്ക് വന്നതിന് ഒരു കണക്കുമില്ല. അത് അറ്റാക്ക് വന്ന് മരിച്ചത് മുഴുവനും 35-45 ഇടയിലുള്ള ചെറുപ്പക്കാരായ നല്ല യുവപ്രായത്തിലുള്ള ആളുകളാണ് ഈ മരിച്ചതൊക്കെ. കിഡ്നി പോയി വന്ന് മരിച്ച ആൾക്കാർ കുറച്ചുണ്ട്. മറ്റുള്ള കറണ്ട് പിടിച്ച് മരിച്ചത്, ഈ മുകളിൽ നിന്ന് കീപ്പട്ട് വീണ് മരിച്ചത് ഒക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 42 ആളുകളെ ഭർത്താക്കന്മാർ മരിച്ചതും
വളരെ ചെറുപ്രായത്തിൽ ഒരു 45-50 താഴെയാണ് എല്ലാ ആളുകളും മരിച്ചത്. ഒരു കേസറ്റ പ്രായമുള്ള ഒരാൾ മരിച്ചിട്ടുണ്ട്. അയാളിന് ഭാര്യ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ച് അതിലുണ്ടായ 2 കുട്ടികളെ പോറ്റാൻ നിവൃത്തിയില്ലാതെയാണ് ആ സഹോദരി വന്നത്. പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളെ മുന്നിൽ കടന്നു. കഴിഞ്ഞ ആഴ്ച വന്ന് മറ്റൊരു വാപ്പ ഒരു ഉമ്മയും വന്നു. ഒരു ചെറിയ കുട്ടീനെ മുന്നിൽ കുത്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് 17 വയസ്സായി, ഈ കുട്ടീൻ്റെ കിഡ്നി പോയിട്ടുണ്ട്. ഈ മക്കളൊക്കെ ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികളുടെ ഇടയിൽ പോരുണ്ട്, കിഡ്നി പോയി. 2 കൊല്ലമായിട്ട് 15ാമത്തെ വയസ്സിൽ കിഡ്നി നഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ട് ഒരു വാപ്പ. നിങ്ങൾ നനച്ചു നമ്മൾ സാധാരണ കിഡ്നി പോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതാണ്, അല്ലെങ്കിൽ മറ്റു പലതുമാണെന്ന് അറിയും. എന്താ എനിക്ക് അതിൻ്റെ വിധി അറിയില്ല. പക്ഷേ 15 വയസ്സായ ഒരു കുട്ടിക്ക് കിഡ്നി പോയി. ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യണം. സ്വന്തം വീടില്ല, വാടക വീട്ടിൽ താമസിക്കണം, കുടുംബനാഥം പണിക്ക് പോകണം. കുടുംബനാഥം പണിക്ക് പോയിട്ട് വാടക വീട്ടിലുള്ള ഒരു വാടകയും കൊടുക്കണം, ഭക്ഷണം കഴിയണം. വേറെ ഒരു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ 2 കുട്ടിക്ക്, ഒരു കുട്ടിക്ക് 7 വയസ്സും ഒരു കുട്ടിക്ക് 5 വയസ്സും, 2 കുട്ടികളും കിഡ്നിക്ക് രോഗം വന്നിട്ടുണ്ട്. ഭർത്താവോടെ കുട്ടികളെ ബാപ്പ പഠിച്ചു, ബാപ്പ പണിക്ക് പോയിട്ടുണ്ട്. ബാപ്പ പണിക്ക് പോയാലും നടക്കുള്ളൂ. ഡയാലിസിസ് തുടങ്ങിയിട്ടില്ല. മരുന്ന് കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായിട്ട് നോക്കണം. നല്ല വിലപിടിപ്പുള്ള മരുന്നാണ്. ഈ മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ 2 കുട്ടികളും കിഡ്നി, 2 ആളിപ്പോൾ ഡയാലിസിൻ്റെ പക്കത്തെത്തും. എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് 2 ചെറിയ മക്കളെ, അതായത് 7 വയസ്സിന് താഴെ 2 കുട്ടികളെയും കൊണ്ടിട്ട് ഒരു ഉമ്മ വന്നിട്ട് പറയാണ് കിഡ്നി പോയിക്കൊണ്ടിരിക്കണം. ആ അമ്മൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുകയാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഒരു ലാബ് റിപ്പോർട്ട് വന്ന് ബയോപ്സിക്ക് അയച്ചിട്ട് ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത ഉണ്ട്. അത് നമ്മളതാണെങ്കിലും നമുക്ക് ബേജാറായിക്കാരം, പെണ്ണുങ്ങളതാണെങ്കിൽ നമുക്ക് ബേജാറായിക്കാരം, കുട്ടികളതാണെങ്കിൽ ഏറെ ബേജാറായിക്കാരം. ഈ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ വാപ്പാക്ക് അസ്വസ്ഥരായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ഒക്കെ ആളുകൾ ലിസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിരന്തരമായ പ്രാർത്ഥന, പഠിച്ചോനെ ഈ ബിസ്മിയിൽ വരുന്ന ഒരു കിഡ്നി രോഗി ഒരു ഡയാലിസിസിനുള്ള പൈസയെങ്കിലും കൊടുക്കാതെ മടങ്ങി പോകരുത്. ബിസ്മിയിൽ വരുന്ന പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഭർത്താവിൻ്റെ തണൽ നഷ്ടപ്പെട്ട ഒരു സഹോദരി നിരാശനായിട്ട് ഇവിടുന്ന് മടങ്ങരുത് പഠിച്ചോനെ. ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാ ഞായറാഴ്ചയും അത്യാവശ്യം കഴിക്കാനുള്ള വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ വിഭവങ്ങൾ തരണേ പഠിച്ചോനെ. ഇവിടെ മെഡിക്കൽ ഷോപ്പിക്ക് ഡോക്ടർ എഴുതുന്ന മരുന്ന്, ആ മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടർ എഴുതാൻ ശരിയാണ്, പക്ഷെ മരുന്ന് കൊടുക്കാൻ ഞങ്ങൾ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് പുറത്തോടെയും പോയി വാങ്ങിക്കൊള്ളുന്നതിന് പകരം ഈ ഡോക്ടർ എഴുതുന്ന മരുന്നാണെങ്കിലും സൈക്കാട്രി ഡോക്ടർ വരുമ്പോൾ എഴുതുന്ന മരുന്നാണെങ്കിലും ആ മരുന്ന് കൊടുക്കാനുള്ള മരുന്നുകൾക്ക് വാങ്ങാനുള്ള പൈസ വിഭവങ്ങൾ നമുക്ക് തരണം പഠിച്ചോനെ. മറ്റൊരു സഹോദരി, 42 വൈദ്യുതി അനുഭവിക്കുന്ന സഹോദരിമാരുടെ ഒരു കുറേ അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വീടുകളിൽ നമുക്ക് പോകാൻ പറ്റി കഴിഞ്ഞ ആഴ്ചകൾ. അവിടെ പോയി നോക്കിയപ്പോൾ അതിൽ ഒരു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ 8 വയസ്സായ ഒരു കുട്ടിയാണ് അവിടുത്തെ എത്തിയും. പക്ഷേ 8 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ആ കുട്ടി അടങ്ങിയിരിക്കുന്നില്ല. ആ കുട്ടിക്ക് ഓട്ടിസമായിട്ടുള്ളൊരു രോഗം വന്നിട്ട് ഓരോ സെക്കൻഡും ആ കുട്ടി കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ ഇത് കണ്ടിട്ട് പ്രായമായ വല്യാപ്പിയും ഈ ചെറുപ്പക്കാരിയായ വിധവായ ഈ ഉമ്മ, ഈ സഹോദരി അത് പിടിച്ചുപെടാൻ നിൽക്കാൻ ഒരു പാടുപെടൽ, മുട്ടായി കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും ഒന്നും അമർന്ന് നിൽക്കാതെ ആ കുട്ടി. അപ്പോൾ ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് ഒരു പണിക്ക് പോകാൻ കഴിയില്ല. 8 വയസ്സായ കുറച്ച് സെക്കൻഡുകൾക്ക് പോലും, അത് സ്വന്തം വീടും അല്ല, തറവാട്ട് വീട്ടിൽ നാത്തൂമാരും ആങ്ങളിയും എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് 8 വയസ്സായ ഒരു കുട്ടീൻ്റെ പരാക്രമം, ആങ്ങളുടെ കുട്ടിയൊക്കെ മറ്റേ കുട്ടി എത്ര സ്വന്തത്തിലാണെങ്കിൽ കുട്ടികൾ പരാക്രമം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഉമ്മാർക്കത് പ്രയാസമായിക്കാരം. ആ സഹോദരി പറഞ്ഞ്, എന്തെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം അപ്പോൾ ഈ മുറ്റത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി തരാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് കുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു ചിലവിന് പൈസ ഇൻഷാ അല്ലാഹ് സ്കോളർഷിപ്പോടും തരാം, ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്ക് പഠിച്ചവനെ ഒരു വഴി ഉണ്ടാക്കി തരും. അപ്പോൾ ഇവിടെ കടന്നു വരുന്ന ഓരോ ആളുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സഹോദരൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ മിഞ്ഞാന്ന് പോയി നോക്കി. നമ്മൾ ഇടയ്ക്ക് പെൻഷൻ കൊടുക്കുന്ന ആളാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ കൊടുക്കല്ലേ. കുറച്ച് മുമ്പ് ക്യാൻസർ വന്നതാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ആ സഹോദരി പറയാണ്, ഗ്ലൂക്കോസിൻ്റെ കുതിര തൂക്കിയിട്ടാണ് ഇത് ആരെ ചെയ്യുക വെച്ചാൽ. അപ്പോൾ ഞാൻ പഠിച്ചു പറഞ്ഞു, ഗ്ലൂക്കോസ് കാര്യത്തിലൊക്കെ പഠിച്ചു. ഈ ഗ്ലൂക്കോസ് അല്ലാത്ത ഒന്നും എൻ്റെ ഭർത്താവിന് തൊള്ളേക്ക് 1 ടീസ്പൂൺ വെള്ളം, ഗുളിക കുടിക്കണം, പക്ഷേ അത് കുടിച്ചാലും ഇങ്ങോട്ട് വരും, ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങണില്ല. 30 mg മോർഫിനാണ്. 20 mg കൊടുത്തിട്ട് പിടക്കണ വേദന വന്നിട്ട് 30 mg മോർഫിൻ ഒരു നേരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ ഒരുപാട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗം പോയി. ആ മനുഷ്യൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, കഥച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, വേദന സഹിക്കാൻ പറ്റും. 1 മണിക്കൂർ നേരമാണ് 30 mg മോർഫിൻ കൊണ്ട് എനിക്ക് കിട്ടുന്ന സമാധാനം. ഒരു ചുണ്ടിങ്ങനെ ഉണങ്ങുമ്പോൾ ഒരു തുള്ളി വെള്ളാണ്ട് ചെന്നാൽ അതിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് പുറത്തേക്ക് കളയാനുള്ള ഈ കുരക്കാനും അധ്വാനമുള്ള പാടുകൊണ്ട് ആ ചുണ്ട് നനക്കില്ല. ചുണ്ട് ഇങ്ങനെ എപ്പോഴും ചുണ്ട് ചുണ്ടുകൊണ്ട് ചുണ്ട് നനക്കുക. അതിൻ്റെ വരണ്ട് പോയ ഒരു ചുണ്ടും. ഈ ഗ്ലൂക്കോസ് അല്ലാതെ ഇപ്പോൾ 4 മാസമായിട്ട് അസഹ്യമായ വേദന. ഈ ഗ്ലൂക്കോസ് അല്ലാത്ത മറ്റൊന്നുമില്ല. 2 ചെറിയ കുട്ടികൾ. ഇതിപ്പോൾ എത്രയോ എന്നെക്കാട്ടി കുറേ ഇളയ പ്രായമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ മുന്നിൽ ഓരോ ഞായറാഴ്ച നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, 8 വയസ്സായ ഒരു കുട്ടീൻ്റെ കാര്യം പറഞ്ഞു, അവിടെ തന്നെ 17 വയസ്സായ ഒരു കുട്ടീൻ്റെ അവസ്ഥ വന്നു, ഓട്ടിസം ബാധിച്ച് യതീമായ കുട്ടീൻ്റെ ഒരു കഥ, 30 mg മോർഫിൻ കൊണ്ട് 1 മണിക്കൂർ പോലും വേദന മാറാത്ത ഒരു സാഹചര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് ഓരോ ഞായറാഴ്ചകൾ. അപ്പം നമ്മളെ മുന്നിൽ ഒരാക്കണം രോഗം കൂടാനും യതീമുകൾ വലുതാകാനും എണ്ണം കൂടാനും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. പക്ഷേ ഏതെങ്കിലും ആവശ്യക്കാരൊരു ആവശ്യമായിട്ട് നേരം ഭക്ഷണത്തിനോ മരുന്നിനോ വസ്ത്രത്തിനോ കുട്ടികളുടെ പഠന സൗകര്യത്തിനോ ഇവിടെ കയറി വരുമ്പോൾ ഓരോ നിരാശരായി മടക്കാത്ത രീതിയിൽ ഓർക്കുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ, ഓർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ ഞങ്ങൾക്ക് സാധിക്കണേ പടച്ചോനെ എന്നുള്ളൊരു നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം. നമ്മളെ മനസ്സിൽ നേരത്തെ പറഞ്ഞ നല്ലൊരു സ്വപ്നം വേണം. ഇവിടെ വന്ന് പോയാൽ ഒരാൾ ആ ആൾ നിരാശരായിട്ട് മടങ്ങൂല. വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നൊരു സഹോദരനും ഒരു സഹോദരൻ പറഞ്ഞ് +2 പഠിക്കുന്ന പെൺകുട്ടി, 10 പഠിക്കുന്ന ആൺകുട്ടി, അതിൻ്റെ താഴെ 2 കുട്ടി, 4 ആളുകളും ഒരു ഭാര്യ, 6 ആൾ താമസിക്കുന്ന ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സംഗതി കാശുമാക്കി. ഇവിടെ വന്നപ്പോൾ അവർ ആ പറച്ചിലിൻ്റെ ഊക്കൊണ്ട് ഞാൻ കാശുമാക്കോട് പറഞ്ഞ് ഇത് ഇന്ന് നിങ്ങൾ പെട്ടെന്ന് പോകണം, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഇന്ന് രാത്രി തന്നെ എനിക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നാളെ രാവിലെങ്കിലും നിങ്ങൾ ആ വീട്ടിൽ പോകണമെന്ന്. ആ വീട്ടിൽ പോയപ്പോൾ കാശുമാക്ക രാത്രി വന്നിട്ട് ഒരു മെസ്സേജ്, കാക്ക ഞാൻ ആ വീട്ടിൽ പോയി, ഒന്നും പറയാനില്ല, നാളെ പറയാമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഒരു ടോയ്ലറ്റ്. അത് കാണുന്നുണ്ടാവും. ഇതാണ് ഒരു ടോയ്ലറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണും, ഈ കാണുന്ന നീല, ഈ ഒരു നീലൻ്റെ ഉള്ളിൽ 4 ആളും 6 ആൾ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ചെയ്യാന്ന്. ആ സഹോദരി ഞാൻ പിറ്റേന്ന് രാവിലെ കാശിമാക്ക് ഇത് പറഞ്ഞതിന് ശേഷം കാശിമാക്ക് ഇങ്ങനെ ഇടറി. ഇതാണ് അവർ താമസിക്കുന്ന വീട്. ഈ വീട്ടിൻ്റെ ഉള്ളിലാണ് ഈ ടോയ്ലറ്റിൽ അവർ അവിടെ കഴിഞ്ഞു കൊടുക്കണം. ഞാൻ സുബൈക്ക് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് കാശിമാക്ക് ഇവിടെ സ്ഥലം പോയി നോക്കി. അപ്പോൾ ആ സഹോദരി കാക്ക വരി നിങ്ങൾ കൊണ്ടുപോവാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ 4 6 ആൾ. ഒരു പെണ്ണുമാണ്, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട്. ബാക്കിയൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് ഇതെല്ലാം സ്വരൂപിച്ച് വെക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 6 മണി വരെ ഇരുട്ടാകുന്നത് വരെയുള്ള സമയത്ത് എല്ലാം ഒരു ഇതിൻ്റെ മൂലയിൽ സ്വരൂപിച്ച് വെച്ചിട്ട് സന്ധ്യാസമയത്ത് അത് കൊണ്ടുപോയിട്ട് കടലിൽ വലിച്ചെറിയാണ്. ആ സഹോദരി നിന്നിട്ട് പറയാണ്, കാക്ക ഒന്നുമില്ല, വീടത് മതി, ഒരു ടോയ്ലറ്റ് കിട്ടിയാൽ മതി. അൽഹംദുലില്ലാ പിന്നെ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ തന്നെ ഒരാൾക്ക് വിളിച്ച് പറഞ്ഞു, അങ്ങനെ ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം നീ ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യത്തെ ചോദ്യം അങ്ങോട്ടായിട്ട് അയച്ചു ഒരാളോട്. ആ ചോദിച്ച് തീരുന്നതിന് മുമ്പ് എത്ര പൈസ വേണ്ടി വെച്ച്. ഞാൻ പൈസ വേണ്ട, നിങ്ങളത് മൂളി കിട്ടിയാൽ മതി, പൈസ ഞാൻ വിശ്വസിന്ന് കൊടുത്തോളാം, ബില്ല് തന്നാൽ മതി തന്നെ, അത് നിങ്ങൾ വേഗം തീർത്താളിയാണ്. അപ്പം വെച്ചാൽ നമ്മൾ മനസ്സിലൊരു പേടി, കാശിമാക്കാൻ്റെ മനസ്സിലൊരു പൊട്ടലാണ്. പടച്ചോനെ ഒന്നും പറയില്ല കാശിമാക്കാന്ന് വെച്ചാൽ കാക്ക സങ്കടം എന്തോ പറഞ്ഞിട്ട് നാളെ സംസാരിക്കാമെന്നാണ് ഉപരി ഇടറി. പിന്നെ എൻ്റെ ആ ബാധ്യത എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കാണുക എന്നുള്ളതാണല്ലോ. ഞാൻ അവിടെ പരപ്പനാടി എത്താനായിട്ട് നിങ്ങൾ കയറിക്കോളി, ആ സ്ഥലം ഒന്ന് കാണിച്ചു തന്നാലും അറിയാലും പോലും. ഇന്നലെ ഇപ്പോൾ കല്ല് കിട്ടാത്തതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വേറെ അത് പൊളിച്ചിട്ട കല്ലുകളൊക്കെ എടുത്തിട്ട് കാശിമൊക്കെ പണിയെടുത്ത് ഞാൻ വരുന്നില്ല. ആ കക്കൂസിൻ്റെ അത്യാവശ്യം പണികൾ നിർത്തി ചെയ്യിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ നല്ല ടോയ്ലറ്റിൽ ആവശ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളെല്ലാം കൃത്യം. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള നമ്മൾ ഓരോ പ്രവർത്തകന്മാരെയും നമ്മളെ മനസ്സിലുള്ള പ്രാർത്ഥന എന്താ വെച്ചാൽ ഇവിടെ അത്ര അങ്ങേയറ്റം ഗതി മുട്ടിയതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ മുന്നിൽ പോയിട്ട് സംഗതി ചോദിക്കുക. അല്ലാതെ ഒന്നും ചോദിക്കില്ല. മരുന്ന് തരുമോ, ഭക്ഷണം തരുമോ, കുട്ടിക്ക് വല്ലതും തരുമോ, വീട് തരുമോ, ടോയ്ലറ്റ് തരുമോ, അതല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ 1 കിലോ അരി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഒരാൾക്കും ഇഷ്ടമുള്ള കാര്യം. ഒരു ചെറിയൊരു ശതമാനമൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് പോകാൻ മനസ്സിനുള്ളൊരു ഭയങ്കര ആഗ്രഹമാണോ. അടുത്ത ഞായറാഴ്ച അവിടെ വരുമ്പോൾ കുറേ കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഫുഡ് കൊടുക്കാൻ എൻ്റെ പരിശ്രമം. ഇപ്പം ഇന്നലെ പച്ചക്കറി ചോദിച്ചു, പിന്നെ ടോയ്ലറ്റ് ചോദിച്ചു. നിരന്തരം നമ്മൾ ചോദിക്കണം. നമുക്കല്ലല്ലോ ചോദിക്കണം. നമ്മൾ ആ ഒരു ഗണത്തിൽ അത് പെടുത്തിയിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടി ചോദിക്കേണ്ട ഒരു ലിസ്റ്റ് പെടാതെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടല്ലോ. ഏതായാലും പഠിച്ചോനെ ഈ ഇരുന്ന സമയങ്ങളിൽ ഇവരെല്ലാവരും സംസാരിച്ചൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പഠിച്ചോ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മറക്കാതെ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഓർഫൻ കെയർ സ്പോൺസർഷിപ്പ് പറയുമ്പോഴേക്കും ഭക്ഷണം തരുന്നിടത്തും ഏതേത് കാര്യങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അത്ര ആളുകൾക്കൊക്കെ ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു നല്ലൊരവസ്ഥ, ദുന്യാവിലും സമാധാന ജീവിതം, സ്വർഗത്തിൽ ഉന്നത സ്വർഗം പരലോകത്തവർക്ക് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.